നല്ലപോലെ ഫണ്ണായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഒരു 2 ഡിജിറ്റ് റാങ്ക്. ഫാഷനോട് എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിരുന്ന ആ സമയം ഡ്രോയിങ് പാർട്ടിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി അത് ഈസി ആയിട്ട് തോന്നിയത്. ഹായ്, എൻ്റെ പേര് അവനീത്. എൻ്റെ സ്ഥലം കൊടുങ്ങല്ലൂരാണ്. ഞാൻ ഡിസൈൻ കോച്ചിങ് ചെയ്തത് എറണാകുളം തിങ്ക് എടപ്പള്ളിയിലെ റിപ്പീറ്റേഴ്സ് ബാച്ചായിട്ടാണ്. എനിക്ക് ഓൾ ഇന്ത്യ റാങ്കായി 458ഉം കാറ്റഗറി റാങ്കായി 13 ഞാൻ സെക്യൂർ ചെയ്തത്. ആക്ച്വലി 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം NFT പറ്റി കേൾക്കുന്നത്. പിന്നെ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് അതിലോട് ഇൻട്രസ്റ്റ് പോകുന്നതും അങ്ങനെ ഫാഷനോട് എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സ്കെച്ചിങ് തന്നെ ഞാൻ കുറേ ചെയ്യുമായിരുന്നു ആ സമയം. പിന്നെ ഒരു സമയമായപ്പോൾ നിർത്തി. ഞാൻ കുറച്ചും കൂടി സയൻസിലോട്ട് പോയി. അതെൻ്റെ ലൈഫ് കുറച്ച് ഡള്ളാക്കി. പിന്നെ +2 പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം NFT അറ്റംപ്റ്റ് ചെയ്ത് 8000 റാങ്കാണ് കിട്ടിയത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയതുകൊണ്ട് ഞാനൊരു ഇയർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ തിങ്ക് കോച്ചിങ്ങിലോട്ട് ജോയിൻ ചെയ്തത്. തിങ്കിലെ ക്ലാസ്സസൊക്കെ വളരെ നല്ലതായിരുന്നു. അവരുടെ ഫാക്കൽറ്റീസൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതേപോലെ സ്റ്റുഡൻസിനായിട്ട് നല്ലപോലെ ഫണ്ണായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ അവർ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസൊക്കെ വളരെ നല്ലതായിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തും. അപ്പോൾ അതൊക്കെ സ്റ്റുഡൻസ് വളരെ യൂസ്ഫുൾ ആവും. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി നല്ലതായിരുന്നു. എക്സാമിൻ്റെ ലാസ്റ്റ് മന്ത് ആവാറായപ്പോൾ ഞാൻ ഹോസ്റ്റലിലോട്ട് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീട് കുറച്ച് ദൂരം ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയം അധികം കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കുറേ വർക്കും കൂടി ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ഡ്രോയിങ്ങും മാത്സും ഒക്കെ കുറേ റിവൈസ് ചെയ്തു ഞാൻ ലാസ്റ്റ് മന്ത്. എക്സാമിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റിന് എനിക്ക് തീരെ സമയം കിട്ടിയില്ല. ഞാനൊരു 50 ക്വസ്റ്റ്യൻസ് എന്തോ അറ്റംപ്റ്റ് ചെയ്തിരുന്നുള്ളൂ ആ സമയം. ഡ്രോയിങ് പാർട്ടിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി അത് ഈസി ആയിട്ട് തോന്നിയത്. ഡ്രോയിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി തിങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കത് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. ആക്ച്വലി റിസൾട്ട്സ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഒരു 2 ഡിജിറ്റ് റാങ്ക്. പിന്നെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിരുന്ന ആ സമയം പിന്നെ അവരോടും കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ നിഫ്റ്റ് ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ള അവർ കുറച്ചും കൂടി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോയാൽ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്തതിലുള്ള മിസ്റ്റേക്സ് ഞാൻ അതിൽ കൺസിസ്റ്റൻസി ആയിട്ടല്ല ഞാൻ പോയത്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ആയിരുന്നു ഞാൻ വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എനിക്ക് തോന്നിയത് എക്സാം കഴിഞ്ഞപ്പോൾ.